ഹലോ നമസ്കാരം. നമ്മുടെ ഈ മമ്മൂക്കയുടെ ഒരു ടർബോ എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് ഒത്തിരി നെഗറ്റീവുകൾ പറഞ്ഞുകൊണ്ട് ഈ സമൂഹ മാധ്യമങ്ങളിൽ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും മമ്മൂട്ടി എന്ന് പറയുന്ന ഈ ഒരു മഹാനടന്റെ ഈ ഒരു നല്ലൊരു ചിത്രം എന്തിനാണ് വെറുതെ ഇങ്ങനെ നെഗറ്റീവ് അടിച്ച് തള്ളുന്നത്? സത്യം പറഞ്ഞാൽ പ്രേക്ഷകരാണ് ഈ ഒരു ചിത്രം കയ്യിലെടുത്തിരിക്കുന്നത്. അത് നെഗറ്റീവ് പറയുന്ന ഓരോരുത്തരും മനസ്സിലാക്കണം. ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് പറഞ്ഞവർക്ക് ഇപ്പൊ കുടുംബത്തിലിരിക്കുകയാണ്. ആ നെഗറ്റീവിനൊന്നും ഒത്തിരി വാല്യൂ ഇല്ല. പറഞ്ഞിരിക്കുന്ന സെക്കൻഡുകൾക്ക് തന്നെ പ്രേക്ഷകർ അതിന് എതിരെ സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വൈശാഖയുടെ നല്ലൊരു ചിത്രം, അതോടൊപ്പം തന്നെ മഹാനടനായ മമ്മൂക്ക ഈ ഒരു പ്രായത്തിലും ഇത്തരം ആക്ഷൻ രംഗങ്ങളിൽ ഒരു പകരക്കാരനില്ലാതെ ചെയ്തിരിക്കുന്ന ഓരോ രംഗങ്ങളും പ്രേക്ഷകർ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. എന്നിട്ടും സമൂഹ മാധ്യമങ്ങളിൽ ഒത്തിരി നെഗറ്റീവുകൾ നിറച്ച് ഡീഗ്രേഡ് അടിക്കുന്നതിന് വേണ്ടിയിട്ട് പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും വിലപ്പോവില്ല. കാരണം പ്രേക്ഷകരാണ് കിങ്. എല്ലാ പ്രേക്ഷകരും ഈ ഒരു ചിത്രത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, ഈ സമൂഹ മാധ്യമങ്ങളിലുള്ള ഡീഗ്രേഡ് അടിക്കുന്ന ഈ ഒരു പരിപാടി ഉണ്ടല്ലോ, അതിന് നിങ്ങൾ തുറന്നിട്ട് കാര്യമില്ല. കാരണം പ്രേക്ഷകർക്ക് മനസ്സിലായി ഈ ഒരു ചിത്രത്തിന്റെ വാല്യൂ. അതിനോടൊപ്പം തന്നെ ഈ ഒരു മമ്മൂക്ക എന്ന് പറയുന്ന മഹാനടന്റെ എക്സ്പീരിയൻസ് നിങ്ങൾ അത് മനസ്സിലാക്കേണ്ടതാണ്. ഈ 1-2 വർഷമൊന്നുമല്ല അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന് 73 വയസ്സായി. ഈ 73ാമത്തെ വയസ്സിലും കാഴ്ചവെക്കുന്ന അദ്ദേഹത്തിന്റെ അഭിനയ മികവുണ്ടല്ലോ, അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്തേ മതിയാവും. അപ്പം ടർബോ എന്ന് പറയുന്ന ഈ ഒരു നല്ല ചിത്രം പ്രേക്ഷക മനസ്സുകൾക്ക് നൽകിയതിന് വൈശാഖ് സാറിനും മഹാനടനായ മെഗാസ്റ്റാർ മമ്മൂക്കയ്ക്കും അതോടൊപ്പം എല്ലാ അണിയറ പ്രവർത്തകർക്കും വളരെ വലിയൊരു നന്ദി. കാരണം മലയാളി പ്രേക്ഷകർ കാത്തിരിക്കുന്ന നല്ലൊരു ചിത്രമാണ് തിയേറ്ററുകളിൽ നൽകിയിരിക്കുന്നത്.